റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഫേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ള ചാപ്റ്റേഴ്സ് ഏതൊക്കെ പഠിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ പഠിച്ചു. പിന്നെ എന്താ പഠിച്ചത്? നോൺ പ്രോഫിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ പഠിച്ചത് പാർട്ണർഷിപ്പ് ആയിരുന്നു. നമ്മൾ ഫസ്റ്റ് പഠിച്ചത് പാർട്ണർഷിപ്പ് ആയിരുന്നു, പിന്നെ നോൺ പ്രോഫിറ്റ് പഠിച്ചു, അങ്ങനെ വന്നത്. തേർഡ് ചാപ്റ്റർ ആണ് ഇത് അഡ്മിഷൻ ഓഫ് പാർട്ണർ. അഡ്മിഷൻ ഓഫ് പാർട്ണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പുതിയൊരു പാർട്ണർ ബിസിനസ്സിലേക്ക് എന്ത് ചെയ്യുക, വരുന്നതിനെ പറയുന്നവരാണ് അഡ്മിഷൻ ഓഫ് പാർട്ണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളാണ് നോക്കാനുള്ളത്. ഓക്കെ, റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ്. അതെന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? റീകോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾക്ക് വോയിസ് നിങ്ങൾ റിപ്ലൈ ചെയ്യണം കേട്ടോ സ്പോട്ടിൽ, എന്നാലേ ക്ലാസ് ഭയങ്കര സുഖം ഉണ്ടാവുള്ളൂ. വാട്ട് യു മീൻ ബൈ കോൺസ്റ്റിറ്റ്യൂഷൻ? കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? റീ അല്ല, കോൺസ്റ്റിറ്റ്യൂഷൻ മാത്രം എന്ന് പറഞ്ഞാൽ എന്താ? പറ. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പറ. ഭരണഘടന. ഈ ഭരണഘടന റീ ചെയ്യാന്ന് എന്താ പറയാൻ? റീകോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിച്ച് കേൾക്കണേ. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, പാർട്ണർഷിപ്പിലെ ഭരണഘടനയാണെന്ന് നിങ്ങൾക്ക് അറിയാം. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ണർഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ണർഷിപ്പ് ഡീഡ് അല്ലേ ആണ്. അത് എന്ത് ചെയ്യുക? റീകോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണഘടന പുതുക്കുക അല്ലെങ്കിൽ ചേഞ്ചസ് വരുത്തുക. അങ്ങനെയാണെങ്കിൽ പാർട്ണർഷിപ്പ് ഡീഡ് എന്ത് ചെയ്യുക? റീകോൺസ്റ്റിറ്റ്യൂഷൻ ചെയ്യുക. ഓക്കെ, റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിലുണ്ടായിരുന്ന പാർട്ണർഷിപ്പ് ഡീഡ് ഒഴിവാക്കിയിട്ട് പുതിയൊരു പാർട്ണർഷിപ്പ് ഡീഡ് എന്ത് ചെയ്യുന്നത്? ക്രിയേറ്റ് ചെയ്യുന്നതിനെ പറഞ്ഞ പേരാണ് എന്ത്? റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഫേം എന്ന് പറയുന്നത്. മനസ്സിലായിട്ടുണ്ടോ? റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഫേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിലുണ്ടായിട്ടുണ്ടായിരുന്ന പാർട്ണർഷിപ്പ് ഡീഡ് അതെന്ത് ചെയ്യുന്നത്? ക്യാൻസൽ ചെയ്തിട്ട് പുതിയൊരു ന്യൂ പാർട്ണർഷിപ്പ് ഡീഡ് ക്രിയേറ്റ് ചെയ്യുന്ന പ്രവർത്തനത്തെ ഒരു ആക്ടിവിറ്റി തന്നെ അല്ലെങ്കിൽ ഒരു പ്രോസസ് ആണെന്ന് പറഞ്ഞവരാണ് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ണർ. ക്ലിയർ? അപ്പോൾ എന്താ റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് മീൻസ്? നിലവിലുണ്ടാവുന്ന പാർട്ണർഷിപ്പ് ഫേം ക്യാൻസൽ ചെയ്തിട്ട് പുതിയൊരു പാർട്ണർഷിപ്പ് ഫേം എന്ത് ചെയ്യുക? ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അഡ്മിഷൻ ഓഫ് ശ്രദ്ധിച്ചോ, റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഫേം എങ്ങനെയൊക്കെ ഉണ്ടാകാം? അതായത് എയും ബിയും പുതിയൊരു രണ്ട് പാർട്ണർമാരായിരുന്നു. വേണ്ട, നമുക്ക് ദേവനി അസുഖം എടുക്കാം. ശ്രദ്ധിച്ച് കേൾക്കണേ. ദേവയുണ്ട്, അസുരയുണ്ട്. ഇവരുടെ പാർട്ണർഷിപ്പ് ഫേമാണ് നമ്മുടെ ദേവാസുരം. ഈ ദേവിയും അസുരം ചെയ്തെങ്കിൽ ദേവാസുരം എന്നുള്ള രീതിയിൽ ഒരു പാർട്ണർഷിപ്പ് ഡീഡ് ഉണ്ടാവുമല്ലോ. ഇവർ 5 വർഷമായിട്ട് ഇതേ പാർട്ണർഷിപ്പ് ഡീഡ് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ, ഇവരെ പാർട്ണർഷിപ്പ് ഡീഡിൽ ഇവരെന്ത് ചെയ്യുന്നത്? ചേഞ്ചസ് നടത്തുന്നത് അല്ലെങ്കിൽ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് കണ്ടീഷൻ നിലവിലുള്ള ഓൾഡ് പാർട്ണർഷിപ്പ് ഡീഡ് എന്ത് ചെയ്യണം? ക്യാൻസൽ ചെയ്യണം. സെക്കൻഡ് പോയിന്റ്, ന്യൂ പാർട്ണർഷിപ്പ് ഡീഡ് ക്രിയേറ്റ് ചെയ്യണം. പിന്നെ നിലവിലുള്ള ദേവാസുരം എന്നുള്ള ബിസിനസ് കണ്ടിന്യൂ ചെയ്യണം. എന്തെല്ലാം പറഞ്ഞത്? ഓൾഡ് പാർട്ണർഷിപ്പ് ഡീഡ് ക്യാൻസൽ ചെയ്യണം. സെക്കൻഡ് വണ്, ഓൾഡ് പാർട്ണർഷിപ്പ് ഡീഡ് ക്യാൻസൽ ചെയ്യണം. പുതിയ പാർട്ണർഷിപ്പ് ഡീഡ് ക്രിയേറ്റ് ചെയ്യണം. നിലവിലുള്ള ബിസിനസ് കണ്ടിന്യൂ ചെയ്യണം. ഞാനൊക്കെ പറഞ്ഞ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നേ. എന്താ പറഞ്ഞത്? ഓൾഡ് പാർട്ണർഷിപ്പ് ഡീഡ് ക്യാൻസൽ ചെയ്യണം. എന്നിട്ട് പുതിയ പാർട്ണർഷിപ്പ് ഡീഡ് എന്ത് ചെയ്യണം? ന്യൂ പാർട്ണർഷിപ്പ് ഡീഡ് ക്രിയേറ്റ് ചെയ്യണം. പിന്നെ പഴയ ബിസിനസ്, നമ്മൾ ദേവാസുരം എന്നുള്ള ബിസിനസ് കണ്ടിന്യൂ ചെയ്യണം. ഇത്ര വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? റീകോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെന്ന് പറയാൻ പറ്റും. ക്ലിയർ ആണോ? മനസ്സിലായോ? ഒന്ന് പറഞ്ഞുതരുമോ? ഞാൻ ജസ്റ്റ് മനസ്സിലായിട്ടുണ്ടോ ഇല്ല എന്നുള്ള ഡൗട്ടൊക്കെ ഉണ്ടോ? പറ.
എക്സാമിന് ഈ ചാപ്റ്ററിന് 12 മാർക്കിന് എക്സാം ഉണ്ടാവും. റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഫോം എന്നുള്ള അഡ്മിഷൻ ചാപ്റ്ററിന് 12 മാർക്കിന് എക്സാം ഉണ്ടാവും. അപ്പം തിയറി പാർട്ടാണ് ഫസ്റ്റത്തത്. ക്ലിയർ ആണ് എല്ലാവർക്കും? വോയിസ് അയക്കണം. മെസ്സേജ് ഞാൻ കാണുന്നില്ല. ക്ലിയർ? നിങ്ങൾ റിപ്ലൈ ചെയ്തോ. ക്ലിയർ ആയോ? ക്ലിയർ ആയിട്ടില്ല. വോയിസ് അയക്കോ. നിങ്ങൾ അതെന്ത് പറയും, ഞാൻ എന്ത് അക്സെപ്റ്റ് ചെയ്യും. മനസ്സിലായിട്ടുണ്ട്? ആർക്കെങ്കിലും മനസ്സിലാത്തവരുണ്ടോ? ഇനി ശ്രദ്ധിച്ചോ, എങ്ങനെയൊക്കെ റീകോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാകാൻ നോക്കാം. നമുക്ക് എന്ത് ചെയ്യുന്നു, നമ്മൾ പാർട്ണർമാർ തിരക്കുന്നു. ദേവയുണ്ട്, അസുരയുണ്ട്. നമ്മുടെ പാർട്ണർഷിപ്പ് ഫേമാണല്ലോ ദേവാസുരം. ഏതൊക്കെ ടൈമിലാണ് നമുക്ക് ഈ സിറ്റുവേഷൻ ഉണ്ടാകുക? എങ്ങനെയാണ് നമ്മുടെ പഴയ പാർട്ണർഷിപ്പ് ഡീഡ് ക്യാൻസൽ ചെയ്തിട്ട് പുതിയ പാർട്ണർഷിപ്പ് ഡീഡ് എല്ലാം ഉണ്ടാക്കുക? ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരോ, എങ്ങനെയൊക്കെ ഏതൊക്കെ സിറ്റുവേഷനിലായിരിക്കും എന്നുള്ളത് പറഞ്ഞുതരോ. നോക്ക്, ഫസ്റ്റ് വൺ ശ്രദ്ധിച്ചോട്ടോ. ദേവയും അസുരയും പാർട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞത് അവർ ഇപ്പോഴത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് റേഷ്യോ 1:1 ആണ്. 5 വർഷം കഴിഞ്ഞതിന് ശേഷം, 5 വർഷം കഴിഞ്ഞ ഒരു പാർട്ണർഷിപ്പ് തുടങ്ങിയിട്ട് ഇപ്പൊ ദേവക്കും അസുരക്കും ഒരു ആഗ്രഹം എന്ത്, നിലവിലുള്ള പാർട്ണർഷിപ്പ് എന്താണ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ത് ചെയ്തിട്ട് മാറ്റിയിട്ട് 2:1 ആക്കണം. ഇങ്ങനൊരു ആഗ്രഹം മനസ്സിൽ വന്നു. അങ്ങനെയാണെങ്കിൽ ഇത് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. റീകോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ പഴയ പാർട്ണർഷിപ്പ് ഡീലിൽ എത്ര ഉണ്ടായിരുന്നേ? 1:1 ആണ് പഴയ പാർട്ണർഷിപ്പ് ഡീഡിലുള്ളത്. അപ്പോൾ എന്ത് ചെയ്യണം, ഈ പഴയ പാർട്ണർഷിപ്പ് ഡീഡ് എന്ത് ചെയ്യണം, ക്യാൻസൽ ചെയ്യണം. എന്നിട്ട് ഒരു പുതിയ പാർട്ണർഷിപ്പ് ഡീഡ് ക്രിയേറ്റ് ചെയ്യണം. ആ പുതിയ പാർട്ണർഷിപ്പ് ഡീഡിൽ ഇവരുടെ റേഷ്യോ എത്ര ആയിരിക്കും ഉണ്ടാവുക? ന്യൂ പാർട്ണർഷിപ്പ് ഡീഡിൽ എത്ര റേഷ്യോ ഉണ്ടാവുക? ന്യൂ പാർട്ണർഷിപ്പ് ഡീഡിൽ റേഷ്യോ 2:1 ആയിരിക്കും. ഇവരെ ദേവാസുരം എന്നുള്ള ബിസിനസ് കണ്ടിന്യൂ ചെയ്തു പോകുന്നുണ്ടല്ലോ. അപ്പം ഇവിടെ റീകോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായെന്ന് പറയാലോ. അങ്ങനെയാണെങ്കിൽ റീകോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാകുന്ന ഫസ്റ്റ് ഏരിയ എന്താണ്? റീകോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവണമെങ്കിൽ ഫസ്റ്റ് എന്ത് വേണം? റീകോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവണമെങ്കിൽ ഫസ്റ്റ് പോയിന്റാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത്, എന്ത്? പ്രോഫിറ്റ് ഷെയർ റേഷ്യോ ചേഞ്ചസ് സംഭവിക്കാം. പ്രോഫിറ്റ് ഷെയർ റേഷ്യോ മാറ്റം വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? റീകോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാകും. ഇറ്റ്സ് ക്ലിയർ? സെക്കൻഡ് വൺ ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആണ് വിചാരിക്കുന്നത്. ഫസ്റ്റ് വൺ ക്ലിയർ, പ്രോഫിറ്റ് ഷെയർ റേഷ്യോ. സെക്കൻഡ് വൺ, നമ്മൾ ദേവയും അസുരയാണ് ഉള്ളത്. ദേവന്റെ ഒരു മകനുണ്ട്, പേര് പറ, ഒരു കർണൻ എന്നായിക്കോട്ടെ. ദേവന്റെ ഒരു മകനുണ്ട്, കർണൻ. അപ്പം ഇവരിപ്പോഴത്തെ പാർട്ണർഷിപ്പ് ഡീഡിൽ എന്ത് ചെയ്യുള്ളൂ? ദേവനും അസുരയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ദേവനൊരു ആഗ്രഹം കർണനും കൂടി ബിസിനസ്സിലേക്ക് കൊണ്ടുവരണം എന്നുള്ളത്. ഓക്കെ, അപ്പൊ പുതിയ പാർട്ണർ ബിസിനസ്സിലേക്ക് വരില്ലേ? പുതിയ പാർട്ണർ ബിസിനസ്സിലേക്ക് വരില്ലേ? ആരാണ് വരുന്നത്? കർണൻ എന്ന് പറഞ്ഞ ഒരാൾ പുതിയ ബിസിനസ്സിലേക്ക് വരില്ലേ? ഇപ്പോഴത്തെ പാർട്ണർഷിപ്പ് ഡീഡിൽ ആരൊക്കെയാണ് പാർട്ണർമാരുള്ളത്? പാർട്ണർഷിപ്പ് ഡീഡ്, ഓൾഡ് പാർട്ണർഷിപ്പ് ഡീഡിലുള്ളത് ദേവനും അസുരയും അല്ലേ? പുതിയ പാർട്ണർഷിപ്പ് ഡീഡ് ഉണ്ടാക്കുന്നത് കർണൻ എന്ന് പറഞ്ഞ പുതിയ പാർട്ണർഷിപ്പ് ഡീഡ് ഉണ്ടാക്കണ്ടേ? അപ്പൊ ന്യൂ പാർട്ണർഷിപ്പ് ഡീഡിൽ ആരൊക്കെ ഉള്ളത്? ദേവയുണ്ടാവും, അസുരയുണ്ടാവും, അതുകൊണ്ട് ആരുണ്ടാവും? കർണ ഉണ്ടാവുമല്ലോ. പഴയ ഓൾഡ് ബിസിനസ് ആയിട്ടുള്ള ദേവാസുരം ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നില്ലേ? നമ്മൾ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ചെയ്തോ? ഓൾഡ് പാർട്ണർഷിപ്പ് ഡീഡ് ക്യാൻസൽ ചെയ്തിട്ടുണ്ടല്ലോ, പുതിയ പാർട്ണർഷിപ്പ് ഡീഡ് ക്രിയേറ്റ് ചെയ്തല്ലോ, ന്യൂ പാർട്ണർഷിപ്പ് ഡീഡ് ക്രിയേറ്റ് ചെയ്തല്ലോ, ദേവാസുരം എന്നുള്ള പാർട്ണർഷിപ്പ് കണ്ടിന്യൂ ചെയ്ത് പോയല്ലോ. അപ്പോൾ സെക്കൻഡ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ടൈം ഓഫ് അഡ്മിഷൻ ടൈമിൽ റീകോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ഫസ്റ്റ് വൺ ചേഞ്ചസ് ഇൻ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ, സെക്കൻഡ് വൺ അഡ്മിഷൻ ഓഫ് പാർട്ണർ, തേർഡ് വൺ അഡ്മിഷൻ വന്നു കഴിഞ്ഞാൽ ആര് കൂടെ വരും അറിയോ? അഡ്മിഷൻ വന്നു കഴിഞ്ഞാൽ കൂടെ ആര് വരും? റിട്ടയർമെന്റ് വരും കേട്ടോ.
ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്. നെക്സ്റ്റ് പോയിന്റ്, നമ്മുടെ പാർട്ണർഷിപ്പ് ഫേമിൽ, അതായത് ഓൾഡ് പാർട്ണർഷിപ്പ് ഫേമിൽ ദേവയുണ്ട്. പുതിയൊരു എക്സാമ്പിൾ ആട്ടോ, മൂന്നാമത്തെ എക്സാമ്പിളാണ്. ദേവയുണ്ട്, അസുരയുണ്ട്, നമ്മുടെ കർണനുണ്ട്. ഓൾഡ് പാർട്ണർഷിപ്പ് ഫേമിൽ ഇവർ 3 പേരാണ് ദേവാസുരത്തിലുള്ളത്. ഓക്കെ, ഇവർ 3 പേരാണ് ദേവാസുരത്തിലുള്ളത്. അപ്പൊ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ അസുര എന്ത് ചെയ്യുന്നത്, റിട്ടയർ ചെയ്യാണ്. അല്ലെങ്കിൽ ഫസ്റ്റ് കേസ് അസുര റിട്ടയർ ചെയ്യാം, അല്ലെങ്കിൽ അസുര മരിച്ചു പോവാം, ഡെത്ത് ആവാം. ഈ 3 കേസിലും, ഈ 2 കേസിലും നമുക്ക് പാർട്ണർഷിപ്പ് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടോ എന്ന് നോക്കാം. അപ്പം ദേവയും അസുരയും കർണനുമാണ് നമ്മളെ ഓൾഡ് പാർട്ണർഷിപ്പ് ഡീഡിലുള്ളത്. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നത്, അസുര പോകുന്നല്ലോ. അപ്പോൾ ന്യൂ പാർട്ണർഷിപ്പ് ഡീഡിൽ ആരൊക്കെ ഉണ്ടാവുക, ന്യൂ പാർട്ണർഷിപ്പ് ഡീഡിൽ ഓൾഡ് പാർട്ണർഷിപ്പ് ഡീഡ് ക്യാൻസൽ ചെയ്തല്ലോ, ന്യൂ പാർട്ണർഷിപ്പ് ഡീഡ് ക്രിയേറ്റ് ചെയ്തല്ലോ. അതിലാരൊക്കെ ഉണ്ടാവുക, ദേവയും കർണനും ഉണ്ടാവുക. ദേവയും കർണനാണല്ലോ ന്യൂ പാർട്ണർഷിപ്പ് ഡീൽ ഉണ്ടാവുക. പഴയ പാർട്ണർഷിപ്പായിട്ടുള്ള ദേവാസുരം ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടല്ലോ. ദേവാസുരം ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ മൂന്നാമത്തെ കേസിൽ എന്താണെന്ന് വെച്ചാൽ റിട്ടയർമെന്റ് അല്ലെങ്കിൽ ഡെത്തിന് ടൈമിൽ എന്തുണ്ടാവാം, റീകോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവാം. ഓക്കെ, ശ്രദ്ധിച്ചോ. റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഫോം ഏതൊക്കെ ടൈമിലാണ് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാകാം? അത് നിങ്ങൾ റീകോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ് നിങ്ങൾ എഴുതി വെക്കണം കേട്ടോ. റീകോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു, ഞാൻ നിങ്ങൾക്ക് ഇതിനെ നോട്ട് നിങ്ങൾ ബുക്കിൽ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ ബുക്കിൽ PDF കാണുന്നില്ല, നോക്കട്ടെ. റീകോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ ചാപ്റ്റർ എടുത്തുക്കോ, അവിടെ ഉണ്ടാവാം. റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് മീൻസ് ചേഞ്ചസ് ഇൻ ദി നാച്ചർ ഓഫ് റിലേഷൻഷിപ്പ് among the partners affected to the fresh agreement under which the existing business continue. അങ്ങനെ തന്നെ ഉള്ളത് അവിടെ അല്ലേ? അതാണ് ഇതാ പറഞ്ഞത്. നോക്കൂ, ചേഞ്ച് ഇൻ ദ എക്സിസ്റ്റിംഗ് അഗ്രിമെന്റ്, നിലവിലുള്ള അഗ്രിമെന്റ് എന്ത് ചെയ്യുന്നത്, ചേഞ്ചസ് സംഭവിക്കുന്നത്. ശ്രദ്ധിച്ചേട്ടോ, നിങ്ങൾ ബുക്കിലുള്ളത് സെപ്പറേറ്റ് പോയിന്റ് ആക്കിയതാണ്. ഇവിടെ പറഞ്ഞാൽ ചേഞ്ച് ഇൻ ദ എക്സിസ്റ്റിംഗ് അഗ്രിമെന്റ്, നിലവിലുള്ള അഗ്രിമെന്റ് എന്ത് ചെയ്യുന്നത്, ചേഞ്ച് സംഭവിക്കുന്നത്. ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. പിന്നെ എക്സിസ്റ്റിംഗ് അഗ്രിമെന്റ് കംസ് ടു, നിലവിലുള്ള അഗ്രിമെന്റ് എന്ത് ചെയ്യുന്നത്, കംസ് ടു എൻഡ് മീൻസ് ക്ലോസ് ചെയ്യുക. നിലവിലുള്ള അഗ്രിമെന്റ് ക്ലോസ് ചെയ്തിട്ട് പുതിയ അഗ്രിമെന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ബിസിനസ് എന്ത് ചെയ്യുന്നത്, കണ്ടിന്യൂ ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ സാധനം തന്നെ, നേരത്തെ പറഞ്ഞില്ല നമ്മൾ പാർട്ണർഷിപ്പ് റീകോൺസ്റ്റിറ്റ്യൂഷൻ്റെ എന്തൊക്കെ സംഭവിക്കുന്നത്. അതായത് നിലവിലുള്ള പാർട്ണർഷിപ്പ് ഫേം, നിലവിലുള്ള അഗ്രിമെന്റ് എന്ത് ചെയ്യുന്നത്, ഓൾഡ് പാർട്ണർഷിപ്പ് ഡീഡ് എന്ത് ചെയ്യുന്നത്, ക്യാൻസൽ ചെയ്യുന്നത്. അതായത് കംസ് ടു എൻഡ്, പുതിയ പാർട്ണർഷിപ്പ് ഡീഡ് എന്ത് ചെയ്യുന്നത്, ക്രിയേറ്റ് ചെയ്യുന്നത്. പഴയ ബിസിനസ്, ഓൾഡ് ബിസിനസ് എന്ത് ചെയ്യുന്നത്, കണ്ടിന്യൂ ചെയ്യുന്നത്. ഇസ് ദ റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഫേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഏതൊക്കെ ടൈമിലാണ് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാകാം? ഫസ്റ്റ് വൺ, എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 4 മാർക്കിൻ്റെ ഒരു തിയറി ക്വസ്റ്റ്യൻ ആണ്. മോഡ്സ് ഓഫ് റീകോൺസ്റ്റിറ്റ്യൂഷൻ, ഏതൊക്കെ ടൈമിലാണ് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവുക? നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത സാധനം. ഫസ്റ്റ് വൺ, അഡ്മിഷൻ ഓഫ് ന്യൂ പാർട്ണർ. ന്യൂ പാർട്ണർ ക്യാൻ ബി അഡ്മിറ്റഡ് വിത്ത് ദി കൺസെന്റ് ഓഫ് എക്സിസ്റ്റിംഗ് പാർട്ണർ. ഒരു പാർട്ണർ ബിസിനസ്സിലേക്ക് അയാളെ മറ്റേ പാർട്ണർ സമ്മതത്തോടു കൂടി ബിസിനസ്സിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തുണ്ടെന്ന് പറയാം, റീകോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെന്ന് പറയാം. ഒരു ക്വസ്റ്റ്യൻ എക്സാം ചോദിച്ചത് ഇങ്ങനെയായിരുന്നു. എയും ബിയും സിയും പാർട്ണറായിരുന്നു. എയും ബിയും സി പാർട്ണറായിരുന്നു. ബിന്റെ മിസ്സിസ് ബിനെ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നു. അതായത് ബിന്റെ വൈഫിനെ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നു. എ ഒബ്ജക്റ്റ് ചെയ്തു, എ അതിനെ എതിർത്തു. സി സമ്മതം കൊടുത്തു.
ഇതിനെന്ത് ചെയ്തു, എ പറഞ്ഞു ബീനെ മിസ്സിസ് ബീനെ കൊണ്ടുവരാൻ പറ്റില്ല, സി പറഞ്ഞു നീ കൊണ്ടുവന്നു പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ബിക്ക് ബീൻ്റെ വൈഫിന് ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആയി വിചാരിക്കുന്നത്. അതായത് എ പറഞ്ഞു ബിസിനസ്സിലേക്ക് ആരെ കൊണ്ടുവരാൻ പറ്റില്ല, ബീനെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ലായിരുന്നു. സി പറഞ്ഞു നീ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ആ സമയത്തിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ബി കൊണ്ടുവരാൻ പാടില്ല. അതായത് എല്ലാ പാർട്ട്നേഴ്സിനും സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരാളെ ബിസിനസ്സിൽ നിന്ന് കൊണ്ടുവരാനോ ഒരു പാർട്ട്ണറെ ബിസിനസ്സിൽ നിന്ന് പോകാനോ സമ്മതിക്കുള്ളൂ. അതായത് അതാ പറഞ്ഞേ, അഡ്മിഷൻ ഓഫ് ന്യൂ പാർട്ണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ പാർട്ണർ ക്യാൻ ബി അഡ്മിറ്റഡ് വിത്ത് ദി കൺസെന്റ് ഓഫ് ആൾ എക്സിസ്റ്റിംഗ് പാർട്ണർ. എല്ലാ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സിനും സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ നിലവിലുള്ള ഒരാളെ പാർട്ണർഷിപ്പ് ഫേമിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഫസ്റ്റ് മോഡ്സ് ആണ് അഡ്മിഷൻ ഓഫ് ന്യൂ പാർട്ണർ. ഫസ്റ്റത്തെ പോയിന്റ് ആണ് ഇത്, അഡ്മിഷൻ ഓഫ് ന്യൂ പാർട്ണർ. ക്ലിയർ? രണ്ടാമത്തെ റീകോൺസ്റ്റിറ്റ്യൂഷൻ മോഡാണ് ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. നിലവിലുണ്ടായിരുന്ന പ്രോഫിറ്റ് ഷെയർ റേഷ്യോ എന്ത് ചെയ്യുന്നത്, ചേഞ്ച് ചെയ്യുന്നത്. അതായത് എയും ബിയും ഉണ്ടായിരുന്ന പാർട്ണർഷിപ്പിൽ 2:1 ആണുള്ള റേഷ്യോ ഉണ്ടെങ്കിൽ അത് അവരെന്ത് ചെയ്തിട്ട് ചേഞ്ചസ് ചെയ്യുക. അതായത് ഇപ്പം ഇവരവരെന്ത് ചെയ്യുന്നു, ഇനി 1:1 ആക്കുന്നത്. അതായത് ഓൾഡ് പാർട്ണർഷിപ്പ് ഡീലിൽ എത്ര ഉണ്ടായിരുന്നത്, 2:1 ആയിരുന്നു. പുതിയ പാർട്ണർഷിപ്പ് ഡീലിൽ എത്ര ഉണ്ടാവുന്നത്, 1:1 ആണ്. നിലവിലുള്ള അവർ ബിസിനസ് എന്ത് ചെയ്യുന്നത്, ഓൾഡ് ബിസിനസ് എന്ത് ചെയ്യുന്നത്, കണ്ടിന്യൂ ചെയ്യുന്നു. ഓക്കെ, partners decided to change in the existing profit share ratio. Second point. Third one, retirement of existing partner. നിലവിലുള്ള പാർട്ണർ എന്ത് ചെയ്യുന്നത്, റിട്ടയർ ചെയ്ത് പോകുന്നത്. നമ്മൾ ഇവിടെ നോക്കാം, എയും ബിയും സിയും ആയിരുന്നു പാർട്ണർഷിപ്പ് ഫേമിൽ ഉണ്ടായിരുന്നത്. അതിലെന്ത് ചെയ്യുന്നു, ബി റിട്ടയർ ചെയ്ത് പോവുക. ബി റിട്ടയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിലവിലുള്ള പാർട്ണർഷിപ്പിൽ ആരുണ്ടാവുക, എയും സിയും. ഓൾഡ് പാർട്ണർഷിപ്പ് ഡീലിൽ ആരൊക്കെ ഉണ്ടായിരുന്നത്, എയും ബിയും സിയും ഉണ്ടായിരുന്നത്. ന്യൂ പാർട്ണർഷിപ്പ് ഡീലിൽ ആരൊക്കെ ഉള്ളത്, എയും സിയും മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇവരെ ഓൾഡ് ബിസിനസ് എന്ത് ചെയ്യുന്നത്, ആരൊക്കെ കണ്ടക്ട് ചെയ്തിരുന്നത്, എയും സിയും ഇപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. ദാറ്റ് ഈസ് റിട്ടയർമെന്റ് ഓഫ് എക്സിസ്റ്റിംഗ് പാർട്ണർ, വിഡ്രോവൽ ഓഫ് പാർട്ണർ ഫ്രം ദി ബിസിനസ് ഫേം. ഇയാൾ എന്ത് ചെയ്യുന്നത്, നിലവിലുള്ള പാർട്ണർഷിപ്പ് ഫേമിൽ നിന്ന് ഇയാൾ വിഡ്രോ ചെയ്ത് പോകുന്നത്. നെക്സ്റ്റ് വൺ, ഡെത്ത് ഓഫ് എ പാർട്ണർ. എന്ത് ചെയ്യുന്നത്, ഡെത്ത്, ഒരു പാർട്ണർ എന്ത് ചെയ്യുന്നത്, മരിച്ചു പോകുന്ന സമയത്ത് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. നമ്മുടെ എന്താ പറയുക, എയും എക്സ് വൈ സെറ്റും ഇവരെ 3 പേരാണ് ഓൾഡ് പാർട്ണർഷിപ്പ് ഉണ്ടായിരുന്നത്. സെറ്റ് എന്ത് ചെയ്യുന്നത്, മരിച്ചു പോയി കഴിഞ്ഞാൽ നിലവിലുള്ള പാർട്ണർഷിപ്പ് ഫേമിൽ ആരൊക്കെ ഉണ്ടാവുള്ളൂ, എക്സും വൈ ഉണ്ടാവുള്ളൂ. അപ്പം പഴയ ഇവരെ ഓൾഡ് ബിസിനസ് ആരൊക്കെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്, എക്സും വൈയും കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. റിമൈനിങ് പാർട്ണർ ഡിസൈഡ് ടു കണ്ടിന്യൂ ദി ബിസിനസ് വിത്ത് ദി ഫേം. നെക്സ്റ്റ് പോയിന്റ്, ഇത്ര കാര്യങ്ങളാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട സാധനം. ഓക്കെ, റീകോൺസ്റ്റിറ്റ്യൂഷൻ്റെ സമയത്ത് എന്തൊക്കെ ഉണ്ടാവുന്നത് ശ്രദ്ധിച്ചോ, എന്തൊക്കെ ഉണ്ടാവുന്നത്, ഏതൊക്കെ ടൈമിലാണ് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവുന്നത്, വേഗം പറ. ഒരാൾ പറഞ്ഞാ, ഒരാൾ പറ, ആർക്കും പറയാം. മോഡ്സ് അല്ലെങ്കിൽ പറ ഫോംസ്. ഒരു പോയിന്റ് പറയാണ്ട്, അതുകൊണ്ടാണ്. മോഡ്സ് ഓർ ഫോംസ് ഓഫ് റീകോൺസ്റ്റിറ്റ്യൂഷൻ പറയടോ, ഒരാൾ പറഞ്ഞോണ്ടാ. ഫസ്റ്റ് വൺ, ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ. പറഞ്ഞിടൂ. സെക്കൻഡ് വൺ, നിങ്ങൾ ഹർഷ സാർ എന്നും പറയില്ലേ, നിങ്ങൾ ആരും ഒരു റെസ്പോൺസ് ചെയ്യാറില്ലെന്ന്. അഡ്മിഷൻ ഓഫ് പാർട്ണർ. നിന്റെ കൂടെ ഇല്ല, ഗെയിം കളിച്ചിരിക്കുന്നുണ്ടോ, സ്റ്റാറ്റസ് ഒക്കെ ഇട്ടിരിക്കുന്നുണ്ട് അറിയില്ലടെ. അഡ്മിഷൻ ഓഫ് പാർട്ണർ, റിട്ടയർമെന്റ് ഓഫ് പാർട്ണർ. പറ, 4 മാർക്ക് എക്സാമിന് ചോദിക്കും. പറ, ഡെത്ത് ഓഫ് എ പാർട്ണർ, നെക്സ്റ്റ് വൺ അമാൽഗമേഷൻ ഓഫ് പാർട്ണർഷിപ്പ്. ഇത് നിങ്ങൾ എഴുതിക്കട്ടോ, അമാൽഗമേഷൻ. ഇത് നിങ്ങളുടെ ബുക്കിലുണ്ടോ എനിക്കറിയില്ല. അമാൽഗമേഷൻ ഓഫ് ടു പാർട്ണർഷിപ്പ്. amalgamation of two partnership firm. Amalgamation of two partnership firm. ഇതും കഴിഞ്ഞ റീകോൺസ്റ്റിറ്റ്യൂഷൻ. എന്താണ് അമാൽഗമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എക്സ് വൈ
ഇവരെ പാർട്ണർഷിപ്പ് ഫേമിന്റെ പേരാണ് XY ഫേം. ഓക്കെ, വേറെ ഫേം ഉണ്ട് എയും ബിയും. ഇവരെ എയും ബിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ഫേമിന്റെ പേരാണ് AB ഫേം. ഈ രണ്ട് ഫേമും കൂടി ചേർന്നിട്ട് പുതിയ സ്ഥാപനത്തിന്റെ പേരാണ്, ഇതാണ് ഇവരെ സ്ഥാപനത്തിന്റെ പേര്, XYAB എന്നുള്ള ഫേം. അതായത് രണ്ട് കമ്പനികൾ തമ്മിൽ കൂടിച്ചേർന്നതിന് പറഞ്ഞ പേരാണ് അമാൽഗമേഷൻ. ബെസ്റ്റ് എക്സാമ്പിൾ ആണ് നമ്മുടെ വഡാഫോണും ഐഡിയയും കൂടി ജോയിൻ ചെയ്തു. ഇപ്പൊ അവർ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തല്ലോ PI എന്ന് പറഞ്ഞിട്ട്. അതായത് ഇറ്റ്സ് എ വൺ ടൈപ്പ് ഓഫ് അമാൽഗമേഷൻ. അതായത് വഡാഫോണിന് പഴയ ബിസിനസ്സും പഴയ പാർട്ണർഷിപ്പാന്ന് വിചാരിച്ചിരുന്നു. പ്രശ്നം തന്നെ ഓൾഡ് പാർട്ണർഷിപ്പ് ഉണ്ടായിരുന്നു. അത് രണ്ടുപേരും ക്യാൻസൽ ചെയ്തിട്ട് PI എന്നുള്ള പുതിയ കമ്പനി തുടങ്ങിയല്ലോ. അപ്പൊ ന്യൂ പാർട്ണർഷിപ്പ് ഡീഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. പഴയ പാർട്ണർഷിപ്പ് വഡാഫോണിന്റെ പഴയ ബിസിനസ്സും ഐഡിയന്റെ പഴയ ബിസിനസ്സും കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ടല്ലോ. പക്ഷെ അത് ഏത് രൂപത്തിലാണെന്നുള്ളൂ? VI എന്നുള്ള രൂപത്തിലാണെന്നുള്ളൂ. ഓക്കെ, അപ്പം ഇത്ര കാര്യങ്ങളാണ് നിങ്ങളുടെ എക്സാമിന് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഏതൊക്കെ ടൈമിലാണ് ഫസ്റ്റ് പറഞ്ഞേ? ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയുടെ ടൈമിൽ റീകോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, അഡ്മിഷൻ ടൈമിലുണ്ട്, റിട്ടയർമെന്റ് ഉണ്ട്, ഡെത്ത് ഉണ്ട്. എന്നാൽ അമാൽഗമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കമ്പനികൾ, രണ്ട് പാർട്ണർഷിപ്പ് ഫേം കൂടി ചേർന്നിട്ട് ഒരു പുതിയ പാർട്ണർഷിപ്പ് ഉണ്ടാകുന്നതിന് പറഞ്ഞ, അല്ലെങ്കിൽ ഒരു പുതിയ കമ്പനി ഉണ്ടാകുന്നതിന് പറഞ്ഞ പേരാണ് അമാൽഗമേഷൻ. അമാൽഗമേഷൻ ടൈമിൽ എന്തുണ്ട്? റീകോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് എന്നാണ് പറയുന്നത്. ഈ നെക്സ്റ്റ് പോയിന്റ് എക്സാം ചോദിക്കുന്ന സ്ഥിരമായിട്ട് ചോദിക്കുന്ന സാധനം, വാട്ട് യു മീൻ ബൈ ഡിസൊല്യൂഷൻ? ഡിസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഡിസൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി അല്ലെങ്കിൽ ഫേം ക്ലോസ് ചെയ്യുന്നതിന് പറഞ്ഞ പേരാണ് ഡിസൊല്യൂഷൻ. അപ്പോൾ എക്സാമിന് എന്താ ചോദിക്കറിയാം? ഡിസൊല്യൂഷൻ ടൈമിൽ റീകോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടോ എന്നാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ആൻസർ പറഞ്ഞുതരും. കമ്പനി ഡിസൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കമ്പനി ക്ലോസ് ചെയ്യുന്നതിന് പറഞ്ഞാലാണ് ഡിസൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഡിസൊല്യൂഷൻ ടൈമിൽ ക്വസ്റ്റ്യൻ ഇതാണ്, ഡിസൊല്യൂഷൻ ടൈമിൽ റീകോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടോ എന്നാണ് ചോദ്യം. റിപ്ലൈ അതാ. സച്ചിനില്ലേ? വിഘ്നേഷ് ഇല്ലേ? ആരും പോയോ? ഇല്ല, ഉറങ്ങുകയാണോ? എന്തുകൊണ്ടാ ഇല്ലാത്തത്? വിഘ്നേഷ് ഉണ്ടായില്ലേ? പറ. എന്തോ അതായത് ഇപ്പൊ ഇങ്ങനെ നോക്കിക്കോ, എയും ബിയും ഉള്ള പാർട്ണർമാരുള്ളത്. ലാപ്പ് ചാർജ് ചെയ്താട്ടെ. പറ. അതായത് നമ്മൾ പാർട്ണർഷിപ്പിൽ ഉണ്ടായിരുന്നത് ആരാണെന്ന് വെച്ചാൽ ദേവയും അസുരയും തന്നെ എടുക്കാം. ദേവയുണ്ട്, അസുരയുണ്ട്. ഇവ ദേവാസുര എന്നുള്ള പാർട്ണർഷിപ്പ് ഫേം ക്ലോസ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ റീകോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടോ? വിഘ്നേഷ് പറയും. കാരണം റീകോൺസ്റ്റിറ്റ്യൂഷന് 3 കാര്യങ്ങൾ പറയാം. 3 കാര്യങ്ങൾ ഉണ്ടാവണം. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും? ദേവാസുര എന്നുള്ള ഓൾഡ് പാർട്ണർഷിപ്പ് ഫേം ഇവർ ക്ലോസ് ചെയ്യുമ്പോൾ ക്യാൻസൽ ചെയ്യുമല്ലോ. ഓക്കെ, ക്യാൻസൽ ചെയ്തു. സെക്കൻഡ് പോയിന്റ്, ന്യൂ പാർട്ണർഷിപ്പ് ഡീഡ് ഉണ്ടാക്കുന്നുണ്ടോ? ഇല്ല, കാരണം ഇവർ ക്ലോസ് ചെയ്യല്ലേ. അപ്പൊ ന്യൂ പാർട്ണർഷിപ്പ് ഡീഡ് ഉണ്ടാക്കുന്നില്ല. പിന്നെ 3ാമത്തെ കണ്ടീഷൻ, ദേവാസുരയുടെ ബിസിനസ് കണ്ടിന്യൂ ചെയ്യുന്നില്ലല്ലോ. ഓക്കെ, അപ്പം മോഡ്സ് ഓഫ് റീകോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 5 സിറ്റുവേഷൻ മാത്രമേ ഉള്ളൂ. ഇതിന്റെ കൂടെ ഡിസൊല്യൂഷൻ എനിക്കൊരു ഓപ്ഷൻ തരും. ഡിസൊല്യൂഷൻ എനിക്ക് ഓപ്ഷൻ തന്നു കഴിഞ്ഞാൽ ഫോംസ് ഓഫ് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവും? ഇല്ല. ഡിസൊല്യൂഷൻ ടൈമിൽ എന്തുണ്ടാകുന്നില്ല? റീകോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാകുന്നില്ല. പെട്ടെന്ന് നോട്ട് ചെയ്ത് വെക്ക് ഈ 5 കാര്യങ്ങൾ.
നിങ്ങൾ നോട്ട് ബുക്കിൽ പെട്ടെന്ന് എഴുതി, ബുക്കിൽ ഉണ്ടായിക്കോട്ടെ, എന്നാലും ചുമ്മാ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്ക്. ഡിസൊല്യൂഷൻ ടൈമിൽ എന്തില്ല, മലയാളത്തിൽ എഴുതി വെച്ചോട്ടോ, എക്സാം ചോദിക്കേ. ഡിസൊല്യൂഷൻ ടൈമിൽ എന്തില്ല, റീകോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ല. വേഗം വേഗം. റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഫേമിലെ ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു, ചേഞ്ചസ് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ചേഞ്ചസ് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, ഇതാണ് ഫസ്റ്റത്തെ പോയിന്റ്. ചേഞ്ചസ് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ റീകോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെന്ന് പറയാം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ചേഞ്ച് ചെയ്യുക എന്നൊക്കെ നിങ്ങൾക്ക് അറിയാലോ. എങ്ങനെയാണ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ചേഞ്ച് ചെയ്യുക, എങ്ങനെയാണ് പ്രോബ്ലംസ് കണ്ടെത്തുക എന്നൊക്കെ നോക്കാം കേട്ടോ. ഫസ്റ്റ് പോയിന്റ് എന്ന് വെച്ചാൽ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ റീകോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. നെക്സ്റ്റ് വൺ, ഓക്കെ, അതിന് മുന്നേ രജിസ്റ്ററിലേക്ക് പോകും. ഓക്കെ, നമ്മുടെ ഇനി ഇവിടുന്ന് പറയട്ടോ, ശ്രദ്ധിക്കുക. ന്യൂ പ്രൊഫഷൻ റേഷ്യോ പിന്നെ ഡിസ്കസ് ചെയ്യാം, നാളെ ഡിസ്കസ് ചെയ്യാം. ഇവിടെ പറഞ്ഞ അഡ്മിഷനോ പുതിയ പാർട്ണർ, ന്യൂ പാർട്ണർ അഡ്മിറ്റ് ചെയ്യാണ്. പുതിയ പാർട്ണർ ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് പഴയ പാർട്ണേഴ്സിന് എന്താ സംഭവിക്കുക, ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങൾ ഉച്ചക്ക് 2 മണി 2:30 ആയിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, ഫുഡ് കഴിച്ചിട്ടില്ല. ഫുഡ് കഴിക്കാൻ വേണ്ടി നിങ്ങളൊരു കല്യാണ വീട്ടിൽ പോകുന്നു. നിങ്ങൾക്കൊരു കല്യാണം ഉണ്ട്. അപ്പോൾ കല്യാണ വീട്ടിൽ പോകുന്ന സമയത്ത് നല്ല അടിപൊളി ഫുഡ് ഇങ്ങനെ ഉണ്ട്, ബിരിയാണി അല്ലാണ്ട് മേശപ്പുറത്ത്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ എത്ര ആക്കി ഇരിക്കാം, 4 ആക്കി ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കുറേ ഐറ്റംസ് ഫുഡ്സും ഉണ്ട് കേട്ടോ. അവിടെ ഫുഡ് ഉണ്ട്, നിങ്ങളിങ്ങനെ നല്ല വിശപ്പുണ്ട് നിങ്ങൾക്ക്. ഈ 4 ആൾക്കാർക്ക് ഇരിക്കാനുള്ള സീറ്റിൽ 3 ആൾക്കാർ ഇരുന്ന്, എയും ഇരുന്ന്, ബിയും ഇരുന്ന്, സിയും ഇരുന്ന്. നല്ല വിശപ്പുണ്ടല്ലോ നിങ്ങൾ. അപ്പം നിങ്ങളുടെ അടുത്ത് എന്തുണ്ട്, നല്ല അടിപൊളി ഫുഡ് വന്നിട്ടുണ്ട് നിങ്ങൾ ടേബിൾ മേൽ. സി ബി ആണെങ്കിൽ സി ബി ആക്കാം, ചിക്കൻ ബിരിയാണി ചിക്കൻ ബിരിയാണി ആക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ എപ്പോഴും മനസ്സിൽ വിചാരിക്കുന്നത് വെച്ചാൽ ഈ ഭക്ഷണം ഞങ്ങൾ നീക്കുന്ന വരെ 4ാമത്തെ ഒരാളോടെ വരാൻ പാടില്ല എന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്. വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഇപ്പം നിങ്ങളെന്ന് വെച്ചാൽ നിങ്ങൾ ലാവിഷായിട്ട് ഭക്ഷണം കഴിക്കാൻ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ സമയത്ത് ഡി എന്ന് പറഞ്ഞ ഒരാൾ വന്നിട്ടുണ്ട്. ഡി എന്ന് പറഞ്ഞ ഒരാൾ എന്ന് കഴിഞ്ഞാൽ ഭയങ്കര തടിയുള്ള ഒരാളാണ്. അയാൾ വന്നു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക, നിങ്ങൾ ഇതിന്ന് പ്ലാൻ ചെയ്ത സാധനങ്ങൾ എയും ബിയും സിയും പ്ലാൻ ചെയ്ത സാധനങ്ങൾ മൊത്തം ഡി എന്ത് ചെയ്യാം, കഴിക്കാം അല്ലേ. അതായത് പുതിയൊരാൾ ബിസിനസ്സിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിലവിലുണ്ടാവുന്ന പാർട്ട്നേഴ്സിന് എന്താ സംഭവിക്കുന്നത്, അവർക്ക് കിട്ടാനുള്ള പ്രോഫിറ്റ് കുറയും അല്ലേ. അതാണ് ഈ എക്സാമ്പിൾ ഉദ്ദേശിക്കുന്നത്. എയും ബിയും സിയും കിട്ടാനുള്ള ബിരിയാണിയിൽ നിന്നാണ് ആർക്കും കൂടി കൊടുക്കുന്നത്, ഇനി ഡിക്കും കൂടി കൊടുക്കുന്നത്. നിങ്ങളൊരു ബെഞ്ചിൽ, ഏറ്റവും എക്സാമ്പിൾ നിങ്ങൾക്ക് നല്ല ആലോചിക്കാം. നിങ്ങൾ ബെഞ്ചിൽ എ ഇരിക്കുന്നുണ്ട്, ബി ഇരിക്കുന്നുണ്ട്, സി ഇരിക്കുന്നുണ്ട്, ഡി ഇരിക്കുന്നുണ്ട്. 4 ആൾക്കാരാണ് ബെഞ്ചിലിരിക്കുന്നത്. ഇവിടെ 5ാമതൊരാൾ ഇരുന്ന് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഈയും കൂടി ഇരുന്ന് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഇവർക്ക് ഉണ്ടാകുന്ന സ്പേസിൽ നിന്ന് ഇവരെല്ലാവരും ആർക്ക് കൊടുക്കുകയാണ്, ഈക്ക് കൊടുക്കല്ലേ. അപ്പം ബാക്കിയുള്ളവർക്ക് ഇഷ്ടം ഉണ്ടാവോ, എക്ക് ഇഷ്ടം ഉണ്ടാവോ, ബിക്ക് ഇഷ്ടം ഉണ്ടാവോ, സിക്ക് ഇഷ്ടം ഉണ്ടാവോ, ഡിക്കൊന്നും ഇഷ്ടം ഉണ്ടാവില്ല. എന്ത് ചെയ്യുക, അവരുടെ സ്പേസിൽ നിന്നാണ് കുറച്ച് ഭാഗം എന്ത് ചെയ്യുന്നത്, സിക്ക് കൊടുക്കുന്നത്, ഇ കൊടുക്കുന്നത്. അതാണ് പഠിക്കാൻ പോകുന്നത് അഡ്മിഷൻ ഓഫ് പാർട്ണർഷിപ്പിലെ ഫസ്റ്റ് പോയിന്റ് പഠിക്കുന്നത്. അഡ്മിഷൻ ഓഫ് പാർട്ണർ എന്ന് പറഞ്ഞാൽ പുതിയൊരു പാർട്ണർ വരികയാണ്, ന്യൂ പാർട്ണർ ബിസിനസ്സിലേക്ക് അഡ്മിറ്റ് ചെയ്യുന്നത്. ഇത് കൺസെന്റ് ഓഫ് ഓൾ ദി പാർട്ണർ. എല്ലാ പാർട്ണറിന്റെ കൺസെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പാർട്ണർ ബിസിനസ്സിലേക്ക് അഡ്മിറ്റ് ചെയ്യുള്ളൂ. ആ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന പ്രോഫിറ്റിൽ, അതായത് നിലവിലുള്ള എക്സിസ്റ്റിംഗ് പാർട്ണേഴ്സിന്റെ പ്രോഫിറ്റിൽ നിന്നാണ് പുതിയ പാർട്ണേഴ്സിന് എന്ത് ചെയ്യുന്നത്, പുതിയ പാർട്ണേഴ്സിന് പ്രോഫിറ്റ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ചിക്കൻ ബിരിയാണി ഓർത്ത് വെക്കുക അഡ്മിഷൻ ടൈമിൽ. അതേമാതിരി നിങ്ങൾ ബെഞ്ചിലേക്ക് പുതിയൊരാൾ വന്നിരിക്കുന്ന സമയത്ത് അതും ആലോചിച്ചിരിക്കുക. ഓക്കെ, എന്താ ഇവിടെ നോട്ട് പറഞ്ഞു നോക്കുക. അഡ്മിഷൻ ഓഫ് ന്യൂ പാർട്ണർ. എ ന്യൂ പാർട്ണർ ക്യാൻ ബി അഡ്മിറ്റഡ്
വെൻ ദേ റിക്വയർ ടു അഡീഷണൽ ക്യാപിറ്റൽ അല്ലെങ്കിൽ മാനേജീരിയൽ ഹെൽപ്പ്. അതായത് എയും ബിയും ഉള്ള പാർട്ണർഷിപ്പ് ഫേമിലേക്ക് സി എന്ന് പറഞ്ഞ ഒരാൾ വരികയാണ്. സി എന്ന ഒരാളെ വരുത്തുന്ന സമയത്ത് എന്തിനാണ് സീനെ വരുത്തണമെങ്കിൽ ഒന്നെങ്കിൽ എക്കും ബിക്കും കുറച്ച് എമൗണ്ട് ക്യാപിറ്റൽ ആവശ്യം ഉണ്ടാവാമല്ലോ. 10 ലക്ഷം രൂപ ക്യാപിറ്റൽ ആവശ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ സി വരുന്ന സമയത്ത് ഇവർക്ക് 10 ലക്ഷം രൂപ കിട്ടുമല്ലോ. എക്കും ബിക്കും 10 ലക്ഷം രൂപ കിട്ടുമല്ലോ. ഒന്നെങ്കിൽ അഡീഷണൽ ക്യാപിറ്റലിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എയും ബിയും എന്ന് പറഞ്ഞ പാർട്ണർഷിപ്പ് ഫേമിൽ നല്ല ഹെവി വർക്ക് ബിസിനസ്സാണ്, വലിയ ബിസിനസ്സാണ്. അവിടെ സി എന്ത് ചെയ്യാം, ഒരു മാനേജറിയൽ ഹെൽപ്പായിട്ട് വരാം. അപ്പോൾ പാർട്ണർഷിപ്പ് പുതിയൊരു പാർട്ണറായിട്ടാണ് വരുന്നത്. അവർ വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അവരെ മാനേജറിയൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി, സഹായിക്കാനും വേണ്ടിയിട്ടാണ് വരുന്നത്. ഓക്കെ, ജസ്റ്റ് ഇതിൻ്റെ ആവശ്യമില്ല, ഞാൻ പറയുന്നത് മാത്രം നോട്ട് ചെയ്താൽ മതി. ഓക്കെ ഓക്കെ ഇവിടെ അഡ്മിഷൻ ഓഫ് ന്യൂ പാർട്ണർ. എ ന്യൂ പാർട്ണർ ഈസ് അഡ്മിറ്റഡ് വിത്ത് ദി കൺസെന്റ് ഓഫ് എക്സിസ്റ്റിംഗ് പാർട്ണർ. ഒരു പുതിയ പാർട്ണർ ബിസിനസ്സിൽ അഡ്മിറ്റ് ചെയ്യണമെങ്കിൽ ആര് സമ്മതം വേണം? കൺസെന്റ് ഓഫ് ആൾ എക്സിസ്റ്റിംഗ് പാർട്ണറാണ് കേട്ടോ. നിലവിലുള്ള എല്ലാ എക്സിസ്റ്റിംഗ് പാർട്ണേഴ്സിനും സമ്മതം വേണം. എ ന്യൂ അഗ്രിമെന്റ് ഈസ് എൻറ്റേർഡ് ടു ക്യാരി ദ ബിസിനസ് ഓഫ് ദി ഫേം. അവരെന്ത് ചെയ്യുന്നു? പുതിയൊരാൾ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? റീകോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അതാണ് പറയുന്നത്, റീകോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. നമുക്ക് റീകോൺസ്റ്റിറ്റ്യൂഷൻ 3 പോയിന്റ് അറിയാം. ഓൾഡ് പാർട്ണർഷിപ്പ് ക്യാൻസൽ ചെയ്യണം, പുതിയ പാർട്ണർഷിപ്പ് ഡീഡ് ക്രിയേറ്റ് ചെയ്യണം, ബിസിനസ് ക്യാരി ചെയ്യണം. അതായത് ന്യൂ അഗ്രിമെന്റ് ക്രിയേറ്റ് ചെയ്യുന്ന പുതിയൊരാൾ വരുന്ന സമയത്ത് ബിസിനസ് എന്ത് ചെയ്യുന്നത്? ടു ക്യാരി ദ ബിസിനസ് ഓഫ് ദി പഴയ ബിസിനസ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. അതായത് നെക്സ്റ്റ് വൺ ഇത് ഇമ്പോർട്ടൻ്റ് ഏരിയയാണ്. 2 മാർക്ക് എക്സാം ചോദിക്കുന്നതാണ്. പുതിയ പാർട്ണർ ബിസിനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അയാൾക്ക് എന്തെല്ലാം അവകാശങ്ങൾ ഉണ്ടാവും ബിസിനസ്സിൽ? എന്തെല്ലാം ഉണ്ടാവും? ഫസ്റ്റ് വൺ, റൈറ്റ് ടു ഷെയർ ദി അസറ്റ് ഓഫ് ദി പാർട്ണർഷിപ്പ് ഫേം. പാർട്ണർഷിപ്പ് ഫേമിലെ അസറ്റിന്റെ ഒരു ഭാഗം ആർക്കുള്ളതാണ്? പുതിയ പാർട്ണർക്കുള്ളതാണ്. അയാൾ ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് അയാൾ എന്താ ചെയ്യുക? ബിസിനസ്സിലേക്ക് എന്ത് കൊണ്ടുവരണം? ക്യാപിറ്റൽ കൊണ്ടുവരണം. എനിക്ക് വേറൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം കേട്ടോ. ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട് സച്ചിനെ എന്ന് വിചാരിക്കുന്നത്. സച്ചിൻ എന്ത് ചെയ്യുന്നത്? മാരേജ് കഴിഞ്ഞു. എക്സാമ്പിൾ ആണോ? സച്ചിൻ മാരേജ് കഴിഞ്ഞു. മാരേജ് കഴിക്കാൻ പോകുന്ന പെൺകുട്ടി സച്ചിൻ്റെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് എന്തെല്ലാം അവകാശങ്ങൾ അവർക്കുണ്ടാവും ഇനി ആ വീട്ടിൽ? സച്ചിൻ്റെ എല്ലാ അസറ്റിൻ്റെ അവകാശം ആർക്കുള്ളതാണ്? സച്ചിൻ്റെ വൈഫിനുള്ളതല്ലേ? എക്സാമ്പിൾ ആണ് കേട്ടോ, വേറെ ഒന്നുമല്ലേ. എല്ലാത്തിനും അവകാശം ആർക്കുണ്ട്? വൈഫിനുണ്ടല്ലോ. ആൻഡ് സച്ചിൻ ചുമ്മാ കൊടുക്കുമോ അവകാശം? ചുമ്മാ റൈറ്റ്സ് കൊടുക്കുമോ? അവൾ വരുന്ന സമയത്ത് എന്ത് ചെയ്യണം? ഇവനെ സ്വത്ത് മുതലും കണ്ടിട്ടല്ലേ ഇവള് അല്ല, അതിന്റെ ബേസിലല്ലേ റൈറ്റ്സ് കിട്ടുന്നുണ്ടല്ലോ. സച്ചിന്റെ അസറ്റിന്റെ മുകളിൽ ഇവൾക്കൊരു റേറ്റ് കിട്ടുന്നുണ്ട്. ഓക്കെ, സമ്മതിച്ചു. ആ റേറ്റ് കിട്ടണമെങ്കിൽ ഇവള് കല്യാണം കഴിച്ചു വരുന്ന സമയത്ത് ഇവളെന്ത് ചെയ്യണം? കുറേ ഗോൾഡ് കൊണ്ടുവരണം. ചുമ്മാ എക്സാമ്പിൾ ഉണ്ടാവും. ഒരു 100 പവൻ ഗോൾഡ് കൊണ്ടുവരണം. അപ്പൊ അതായത് ഇവള് സച്ചിന്റെ ലൈഫിലേക്ക് വരുമ്പം ഇവർക്ക് സച്ചിൻ എന്ത് ചെയ്യും? അസറ്റ് കൊടുക്കും. അസറ്റിന്റെ ഒരു ഭാഗം ഇവർക്ക് ഉള്ളതാണ്. പക്ഷെ ഇവള് ചുമ്മാ കൈയും വീശി വരാൻ പാടില്ല. എന്ത് ചെയ്യണം? കുറെ എന്ത് ചെയ്യണം? ഗോൾഡോ അല്ലെങ്കിൽ ക്യാഷോ ആയിട്ട് എന്ത് ചെയ്യണം? ബിസിനസ്സിൽ സച്ചിന്റെ ലൈഫിലേക്ക് വരണം. സെയിം ആണ് നമ്മൾ ബിസിനസ്സിൽ. ഉള്ളൊരു ബിസിനസ് ഉണ്ട്. അടിപൊളി സെറ്റപ്പ് നല്ല അടിപൊളി ഗുഡ് വില്ലുള്ള ഒരു ഫേമാണ്. വേണ്ട, 2 പാർട്ണർമാരായിക്കോട്ടെ. ഓക്കെ, എയും ബിയും ഉള്ളത്. എയും ബിയും എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി സെറ്റപ്പുള്ള ഫേമാണ്. ആ ഫേമിലേക്ക് സി എന്ന ഒരാൾ വരികയാണെങ്കിൽ സിക്ക് ഈ എയും ബിയും ഉള്ള സ്ഥാപനത്തിലെ ഫേമിൽ അസറ്റിന്റെ മുകളിൽ അവകാശം ഉണ്ടെന്ന് പറഞ്ഞു. അസറ്റിന്റെ മുകളിൽ റേറ്റ് ഉണ്ട് ഇല്ലേ? അതായത് എക്കും ബിക്കും കിട്ടുന്നത് ഇനി കുറച്ച് ഭാഗം ആർക്കും കൂടി കൊടുക്കണം? സിക്കും കൊടുക്കണ്ടേ? അങ്ങനെ സി വരുമ്പോൾ സി എന്ത് ചെയ്യണം? ബിസിനസ്സിലേക്ക് ക്യാഷോ അല്ലെങ്കിൽ ക്യാപിറ്റലോ കൊണ്ടുവരണം. ഓക്കെ, 4 ആൾക്കാർ ഇരിക്കുന്ന ബെഞ്ച് ഓർമ്മയില്ലേ? ആ ബെഞ്ചിൽ എല്ലാവരും സാക്രിഫൈസ് ചെയ്യില്ലേ? അല്ലേ? ആർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യുന്നത്? ഇക്ക് വേണ്ടിയല്ലേ? അപ്പം എയും ബിയും സിയും ഡിയും
ഈനോട് പറയും, നീ നാളെ ബെഞ്ചിൽ ഇരുന്നോ, ഞങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കുറച്ച് സ്പേസ് തരാം, ഒരു പ്രശ്നമില്ല, പക്ഷേ നീ വരുന്ന സമയത്ത് ഞങ്ങൾക്ക് എന്തെങ്കിലും കൊണ്ടുവരണം, കാരണം ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത്, സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. റൈറ്റ് ടു ഷെയർ ദി അസറ്റ് ഓഫ് ദി പാർട്ണർഷിപ്പ് ഫേം, ഹി ബ്രിങ് ദി ഷെയർ ക്യാപിറ്റൽ. ബിസിനസ്സിലേക്ക് എന്ത് ചെയ്യണം, ക്യാഷോ അല്ലെങ്കിൽ ക്യാപിറ്റലോ എന്ത് ചെയ്യണം, ബിസിനസ്സിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇയാൾക്ക് എന്ത് കിട്ടും, ബിസിനസ്സിൽ അവകാശം കിട്ടും. എന്തിനാ നമുക്കുള്ളത്, അസറ്റിന് നമുക്കുള്ളത്. നെക്സ്റ്റ് വൺ, ഇയാൾക്ക് എന്തുണ്ടാവും, റൈറ്റ് ടു ഷെയർ ദി പ്രോഫിറ്റ് ഓഫ് ദി പാർട്ണർഷിപ്പ് ഫേം. പാർട്ണർഷിപ്പ് ഫേമിൽ എന്ത് ചെയ്യുന്നുണ്ട്, പ്രോഫിറ്റ് കിട്ടും. അതായത് പാർട്ണർഷിപ്പ് ഫേമിൽ നിന്ന് അയാൾക്ക് എന്ത് ചെയ്യും, പ്രോഫിറ്റ് ആൻഡ് ലോസ് കിട്ടും. പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ ഒരു അവകാശം കൂടി ഇയാൾക്ക് കിട്ടും. അപ്പൊ എന്തൊക്കെ അവകാശങ്ങളൊക്കെ ഉണ്ടാവുക, ഫസ്റ്റ് വൺ, പാർട്ണർഷിപ്പ് ഫേമിൽ നിന്ന് ഫസ്റ്റ് ഇയാൾക്ക് എന്തുണ്ടാവും, റൈറ്റ് ടു ഷെയർ ദി അസറ്റ് ഉണ്ടാവും, അസറ്റ് ഓഫ് ദി പാർട്ണർഷിപ്പ് ഫേം ഉണ്ടാവും. അതേമാതിരി റൈറ്റ് ടു ദി ഷെയർ ദി പ്രോഫിറ്റ് ആൻഡ് ലോസ്, പ്രോഫിറ്റിന്റെ മുകളിൽ ഉണ്ടാവുന്ന ഒരു റൈറ്റ്സും കൂടിയും കിട്ടും. ഇയാൾ ബിസിനസ്സിലേക്ക് ഗുഡ് വില്ല് കൊണ്ടുവരണം. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. എന്താണ് ഈ ഗുഡ് വില്ല് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പോൾ 2 റൈറ്റ്സ് ഉണ്ടല്ലോ. ഓക്കെ, നമുക്ക് നാളെ പഠിക്കാനുള്ളത്, നെക്സ്റ്റ് ക്ലാസ് പഠിക്കാനുള്ളത് ന്യൂ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ ആണ്. കുറച്ചൊരു മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള സാധനങ്ങളാണ്. ഞാൻ എന്താണോ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മെത്തേഡ് ഫോളോ ചെയ്യുക. കുറേ മെത്തേഡ് ഉണ്ട് ന്യൂ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ കണ്ടുപിടിക്കാനുള്ളത്. അപ്പം ഏതെങ്കിലും ഒരു മെത്തേഡ് മാത്രം നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. ഓക്കെ, അപ്പം നമുക്ക് ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. ഇന്ന് ഫസ്റ്റ് പറഞ്ഞത് റീകോൺസ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് പറഞ്ഞു. റീകോൺസ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് പഠിച്ചു നമ്മൾ 3 കാര്യങ്ങൾ. ഓൾഡ് പാർട്ണർഷിപ്പ് ഉണ്ടാവില്ല, ന്യൂ പാർട്ണർഷിപ്പ് ഡീഡ് ക്രിയേറ്റ് ചെയ്യുന്ന, ഓൾഡ് ബിസിനസ് കണ്ടിന്യൂ ചെയ്യുന്നു. ഏതൊക്കെ ടൈമിലാണ് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാകുന്നത് പഠിച്ചു. ചേഞ്ചസ് ഇൻ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ പറഞ്ഞു, അഡ്മിഷൻ ഓഫ് പാർട്ണർ പറഞ്ഞു, റിട്ടയർമെന്റ് പറഞ്ഞു, ഡെത്ത് ഓഫ് എ പാർട്ണർ പറഞ്ഞു, അമാൽഗമേഷൻ ഓഫ് 2 കമ്പനി. എക്സാമ്പിൾ ആലോചിച്ചാൽ മതി, എന്ത്, നമ്മുടെ വഡാഫോണും ഐഡി. ഡിസൊല്യൂഷൻ്റെ ടൈമിൽ എന്തുണ്ട്, പാർട്ണർഷിപ്പ് ഫേം ഉണ്ടോ? ഡിസൊല്യൂഷൻ ടൈമിൽ പാർട്ണർഷിപ്പ് ഫേം ഉണ്ടാവില്ല. ഡിസൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് ക്ലോസ് ചെയ്യാണ്. ആ ടൈമിൽ എന്തുണ്ടാവില്ല, പാർട്ണർഷിപ്പ് ഡീഡ് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവില്ല. കാരണം റീകോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണ്ടിയിരുന്നു, 3 കണ്ടീഷൻ ഉണ്ടായിരുന്നു. ഓൾഡ് പാർട്ണർഷിപ്പ് ഡീഡ് ക്യാൻസൽ ചെയ്യണം, ന്യൂ പാർട്ണർഷിപ്പ് ഡീഡ് ക്രിയേറ്റ് ചെയ്യണം, ഓൾഡ് ബിസിനസ് കണ്ടിന്യൂ ചെയ്യണം. അതായത് ഇവിടെ ഡിസൊല്യൂഷൻ സമയത്ത് ഓൾഡ് പാർട്ണർഷിപ്പ് ഡീഡ് ഇല്ലാതാവുന്നുണ്ട്. ഓക്കെ, പക്ഷേ പൂട്ടില്ലേ, കംപ്ലീറ്റ് ക്ലോസ് ചെയ്യില്ലേ, പുതിയ പാർട്ണർഷിപ്പ് ഉണ്ടോ? ഇല്ല. പുതിയ പാർട്ണർഷിപ്പ് ഡീഡ് ഇല്ല. പഴയ ബിസിനസ് കണ്ടിന്യൂ ഉണ്ടോ? ഇല്ല. അപ്പോൾ ഡിസൊല്യൂഷൻ ടൈമിൽ പാർട്ണർഷിപ്പ് ഡീഡ് ഇല്ല. ഇത്ര ടൈമിൽ പാർട്ണർഷിപ്പ് ഡീഡ് ഉണ്ട്. എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി ക്വസ്റ്റ്യൻ ആണ് ഈ ചാപ്റ്റർ 4 മാർക്കിന്. പിന്നെ പഠിച്ച നമ്മൾ എന്ത്, പുതിയൊരു പാർട്ണർ ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് ഉണ്ടാകുന്ന എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ പുതിയ പാർട്ണർ ബിസിനസ്സിലേക്ക് വരണമെങ്കിൽ എന്ത് വേണം, ദി കൺസെന്റ് ഓഫ് ഓൾ ദി എക്സിസ്റ്റിംഗ് പാർട്ണേഴ്സിന്റെ കൺസെന്റ് വേണം. പാർട്ണർ ബിസിനസ്സിലേക്ക് വരണമെങ്കിൽ എല്ലാ പാർട്ണേഴ്സിനും സമ്മതം വേണം. പിന്നെ പുതിയ പാർട്ണർ വരുമ്പോൾ ന്യൂ എഗ്രിമെന്റ് ഉണ്ടായിരിക്കണം. അതേമാതിരി എൻഡിങ് ടു ക്യാരി ഇൻ ദി ബിസിനസ് ക്യാരി ചെയ്യണം. ഇതിനെ കൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓൾഡ് പാർട്ണർഷിപ്പ് ഫേം എന്ത് ചെയ്യുന്നുണ്ട്, ഓൾഡ് പാർട്ണർഷിപ്പ് ഡീഡ് എന്ത് ചെയ്യണം, ക്യാൻസൽ ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് ഒന്ന് പഠിച്ചെന്താ വെച്ചാൽ പുതിയ പാർട്ണർ ബിസിനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അവകാശങ്ങൾ. എന്താണ്, റൈറ്റ് ടു ദി അസറ്റ് ഓഫ് ദി ഫേം. അസറ്റ് കിട്ടണമെങ്കിൽ അയാൾ ബിസിനസ്സിലേക്ക് എന്ത് ചെയ്യണം, ഷെയർ ക്യാപിറ്റൽ കൊണ്ടുവരണം. രണ്ടാമത് റൈറ്റ് ടു ഷെയർ ദി പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ അയാൾ ബിസിനസ്സിലേക്ക് എന്ത് കൊണ്ടുവരണം, ഗുഡ് വില്ല് കൊണ്ടുവരണം. ഈ ഗുഡ് വില്ലിന്റെ കേസ് നമ്മൾ 2-3 ക്ലാസ് കഴിഞ്ഞാൽ പഠിക്കും. ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പം അസറ്റ് കിട്ടണമെങ്കിൽ അയാൾ ബിസിനസ്സിലേക്ക് ക്യാപിറ്റൽ കൊണ്ടുവരണം. അപ്പോൾ പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ അയാൾ ബിസിനസ്സിലേക്ക് ഗുഡ് വില്ല് കിട്ടണം. ഇത്രയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ബാക്കി ക്ലാസ് നമുക്ക് നാളെ ഷാഫി സാറ് ക്ലാസ് ആണുള്ളത്. ഷാഫി സാറ് ക്ലാസ് കഴിഞ്ഞിട്ട് വേറൊരു ഡേ നമുക്ക് വെക്കാം. അപ്പം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. അടുത്ത ഏരിയയൊക്കെ പ്രോബ്ലംസ് ആണ്. തിയറി ഇന്നത്തോടെ ഇത്രയേ ഉള്ളൂ തിയറി. നമുക്ക് ഇവിടെ ചെയ്യാനുള്ളത് ന്യൂ പ്രൊഫഷൻ റേഷ്യോ ആണ്. എക്സാമിന് തിയറി പ്രോബ്ലംസ് ഇനി ഫുള്ള് പ്രോബ്ലംസ് ആണ്. ഇതെല്ലാം പ്രോബ്ലംസ് ഏരിയയാണ്. കുറേ പഠിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, തൽക്കാലം ഇപ്പം നാളെ നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, പിന്നെ ഫീസ് അടക്കാനുള്ള കുറേ ആൾക്കാരുണ്ട്.